ഭരദ്വാജൻ മാന്ത്രികനായ മഹാമുനി. വാൽമീകിയോടൊപ്പം ഒരേ ആശ്രമത്തിൽ വളരെ കാലം താമസിച്ചിരുന്ന സുഹൃത്തുക്കളായിരുന്നു ഭരദ്വാജനും വാൽമീകിയും. തമസാ നദിയുടെ തീരത്ത് രണ്ട് ഇണക്കിളികളിൽ ഒന്നിനെ അമ്പെയ്ത് വീഴ്ത്തിയ വേടനോട് മാ നിഷാദ, അരുത് വേട എന്ന് വാൽമീകി പറയുമ്പോൾ ഭരദ്വാജ മുനി ദൃക്സാക്ഷിയായിരുന്നു. അന്ന് ആ രംഗത്തെപ്പറ്റി വൈകുന്നേരം ഒട്ടേറെ നേരം അവർ സംസാരിക്കുകയുണ്ടായി. വനവാസത്തിനു പോയ ശ്രീരാമൻ സീതയോടും ലക്ഷ്മണനോടും കൂടി ഭരദ്വാജ ആശ്രമം സന്ദർശിക്കുകയും അതിഥികളായി താമസിക്കുകയുമുണ്ടായി. ദേവേന്ദ്രനെ പൂജിച്ച് ദീർഘായുസിനുള്ള വരം നേടിയ ഭരദ്വാജ മഹർഷി ഓരോ 1000 കൊല്ലം കൂടുമ്പോഴും ഓരോ വേദങ്ങളെപ്പറ്റി പഠനം നടത്തിക്കൊണ്ടിരുന്നു. ഭരദ്വാജ മഹർഷിയുടെ ആശ്രമം ചിത്രകൂട പർവ്വതത്തിന്റെ താഴ്വരയിലായിരുന്നു. ശ്രീരാമനും ലക്ഷ്മണനും വനവാസം അനുഷ്ഠിച്ച് പഞ്ചവടിയിൽ താമസിക്കുമ്പോൾ ഭരതൻ തന്റെ പരിവാരങ്ങളോടുകൂടി രാമനെ അന്വേഷിച്ച് വനത്തിലെത്തി. അവർ വിശ്രമത്തിനായി ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലെത്തി. പെട്ടെന്ന് വന്നു ചേർന്ന അതിഥികളെ എങ്ങനെ സ്വീകരിച്ചു സൽക്കരിക്കും എന്ന പരിഭ്രമം മഹർഷിക്കുണ്ടാകുമെന്ന് ഭരതൻ സംശയിച്ചു. സൈന്യ പരിവാരങ്ങളെ പുറത്തു നിർത്തി ഭരതൻ ആശ്രമത്തിലെത്തി. ഭരദ്വാജൻ എല്ലാം മനസ്സിലാക്കി. ദേവശില്പിയായ വിശ്വകർമാവിനെ സ്മരിച്ചു വരുത്തി. 1000 പേർക്കിരിക്കാവുന്ന പന്തലും അലങ്കാര വസ്തുക്കളും ഒരുക്കി. വിവിധ പാചകക്കാർ വന്നു പലതരം സ്വാദിഷ്ട വിഭവങ്ങൾ ഉണ്ടാക്കി അടുക്കായും ചിട്ടയായും വിളമ്പി. ഭക്ഷണശേഷം പ്രത്യേകം വിനോദ പരിപാടികൾ തയ്യാറായി. ദേവലോകത്തെ പ്രശസ്ത നർത്തകിമാരായ ഘൃത്വാജി, ഹേമ, വിശ്വാജി, മിശ്രകോശി, അലംബുഷ എന്നിവർ നൃത്തങ്ങൾ അവതരിപ്പിച്ചു. സദസ്സിൽ ദേവന്മാർ, അപ്സരസുകൾ, മഹാപണ്ഡിതന്മാർ, വിഷഗ്വരന്മാർ, ഗന്ധർവന്മാർ എന്നിങ്ങനെ പ്രമുഖരെ കൊണ്ട് നിറഞ്ഞിരുന്നു. ഇതെങ്ങനെ സാധിച്ചു? എല്ലാവരും അത്ഭുതപ്പെടുമ്പോൾ വിശ്വകർമാവ് വെളിപ്പെടുത്തി, ഭരദ്വാജന്റെ മാന്ത്രിക ശക്തി മറ്റാർക്കാണുള്ളത്? എനിക്ക് പോലും ഒരു ഞൊടിയിടകൊണ്ട് വരേണ്ടി വന്നു. ഇനി നോക്കൂ, പുലരുമ്പോഴേക്കും എല്ലാം അപ്രത്യക്ഷമായിരിക്കും. അതുപോലെ തന്നെ സംഭവിച്ചു. പുലരും വരെ ആട്ടവും പാട്ടും ആഘോഷവുമായി കഴിഞ്ഞു. പ്രഭാതമായപ്പോൾ ആഘോഷിക്കാൻ എത്തിയവരും വാദ്യക്കാരും മേളക്കാരും പന്തലും ചമയങ്ങളും അപ്രത്യക്ഷമായി. ഭരതനും പരിവാരങ്ങളും പഞ്ചവടിയിൽ ശ്രീരാമസന്നിധിയിലേക്ക് യാത്രയായി. ഭരദ്വാജന് ഹൃദാലി എന്ന ദേവസ്ത്രീയിൽ ജനിച്ച പുത്രനാണ് ദ്രോണർ. ഭരദ്വാജൻ എന്ന പേരിന് ഒരേ സുതൻ, ഒരേ ശിഷ്യൻ, ഒരേ ദേവൻ, പരദ്വിജാൻ, ഒരേ ഭാര്യാൽ, മഹാവ്യാജാൽ, ഭരദ്വാജോ. ഞാൻ എന്റെ പുത്രന്മാരല്ലാത്തവരെയും രക്ഷിക്കുന്നു, എന്റെ ശിഷ്യന്മാരെ രക്ഷിക്കുന്നു, ദേവന്മാരെയും ബ്രാഹ്മണരെയും ഭാര്യയെയും രക്ഷിക്കുന്നു. ഞാനിത് നിഷ്പ്രയാസം നിർവഹിക്കുന്നു. അതിനാൽ എനിക്ക് ഭരദ്വാജൻ എന്ന നാമമുണ്ടായി. ഭരദ്വാജ മഹർഷിക്ക് ദേവവർണിനി എന്ന ഒരു മകളുണ്ടായിരുന്നു. അവളെ വിശ്രവസ് വിവാഹം ചെയ്തു. വിശ്രവസിന്റെ പുത്രനാണ് കുബേരൻ.